സുപ്രീം കോടതി വിധി കൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല. അത് ദോഷം മാത്രമേ നിങ്ങൾക്ക് ഈ കേസിൽ ചെയ്യുള്ളൂ എന്ന് പറയുകയാണ്. ഇനി ധൈര്യമായിട്ട് ഹൈക്കോടതിക്കും സെഷൻ കോടതിക്കും ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾ സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം അവർക്ക് വന്നു കഴിഞ്ഞു. നിയമത്തിൽ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഒരു കോമ്പറ്റന്റ്. അതല്ലാണ്ട് നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് കാറും ബംഗ്ലാവും 3 കോടിയുടെ വീടും എടുത്തതിൽ അസൂയ കൊണ്ടിട്ടല്ല അവരുള്ളത്. നിയമപരമല്ല എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുകയാണ്, ചിലപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അത് അവർ തള്ളും. അവർ പറയുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ചെയ്തത്, നിയമത്തിൽ അവർക്ക് രണ്ടാമത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ സെഷൻ കോടതിയിൽ പോവും. സെഷൻ കോടതിയിൽ നിങ്ങൾ ആൾറെഡി പോയിട്ടുണ്ട്. 10-10 2 സ്ഥലത്തും സിറ്റിംഗ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ പുതിയ രേഖകൾ കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയതായിട്ടുള്ള രേഖകൾ കാണിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പറഞ്ഞത്? വക്കീലിന് പൈസ കൊടുത്തിട്ടുണ്ട്, എന്തോ ഇവിടെ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള വാദങ്ങളായിരുന്നു ഇവർ പടച്ചു വിട്ടിരുന്നത്. എന്നാൽ ഇന്ന് പറയുന്നത് എന്താ? നമുക്കന്ന് പറയാനേ പറ്റിയിട്ടുള്ളൂ, കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. ഇപ്പം എല്ലാം നീ പറഞ്ഞതൊക്കെ ഇതൊക്കെ എങ്ങനെ നിനക്കൊക്കെ സാധിക്കുന്നു? ഒരു 4-5 മാസം മുമ്പേ അങ്ങനെ പറഞ്ഞവൻ ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. നമ്മളന്ന് വാദിക്കുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് കാണിക്കാൻ ഒന്നുമില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ജഡ്ജ് പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ കൂടി അതൊന്നും നിങ്ങളുടെ പ്രൂഫില്ല, ഇൻസഫിഷ്യൻ്റ് ഡോക്യുമെൻ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന്. എന്നാൽ പോലീസ് തന്ന CD യിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതും കൂടി പറയണം. പോലീസ് തന്ന CD യിൽ നിങ്ങളുടെ ബൈനറി സിസ്റ്റം ഉണ്ട്, ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ബോണ്ടുകളുണ്ട്, ഡിജിറ്റൽ ID ഉണ്ട്, എല്ലാ തരം രേഖകളും ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഊരിപ്പോകാൻ പറ്റുക? വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും എല്ലാവർക്കും അറിയാം, കേസ് വന്ന സമയത്ത് നിങ്ങളുടെ ബോണ്ടൊക്കെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് രൂപമാറ്റം വന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. എത്രയോ പോലീസ് സ്റ്റേഷനിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ആൾക്കാരെ, നിങ്ങളുടെ ബോണ്ട് എടുത്ത ആൾക്കാരെ കേസ് കൊടുത്തിട്ടുണ്ട്. മിക്ക കേസുകളും ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഡിജിറ്റൽ ID മാത്രം എടുത്തവരാരും കേസിന് പോയിട്ടില്ല. ഈ തരത്തിലുള്ള HROTT ബോണ്ട് എടുത്തവരാണ് മിക്ക ആൾക്കാരും കേസിന് പോയിരിക്കുന്ന ആൾക്കാർ. അതിൻ്റെയൊക്കെ രേഖ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 2 ദിവസം, 48 മണിക്കൂർ ഇല്ല. ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 2 രാത്രിയാണ് ബാക്കിയുള്ളത്. കൗണ്ടർ ഫയൽ ചെയ്യടോ. ധൈര്യമുണ്ടെങ്കിൽ കൗണ്ടർ ഫയൽ ചെയ്യും. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന വാദങ്ങളെ